ഇന്ത്യ റഷ്യ ബന്ധത്തിൽ ഡൊണാൾഡ് ട്രംപ് തലയിടരുത് എന്ന വ്യക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് റഷ്യൻ വിദേശകാര്യമന്ത്രിയായ സെർജി ലവ്റോവ് രംഗത്ത്. ഇരു രാജ്യങ്ങളും പങ്കിടുന്ന വ്യാപാര കരാറും എണ്ണ ഇറക്കുമതിയിൽ ട്രംപ് ചെലുത്തുന്ന സമ്മർദ്ദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടയിലായിരുന്നു ട്രംപിന് വീണ്ടും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് വിദേശകാര്യമന്ത്രി രംഗത്ത് വരുന്നത്. ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇനി എന്താകും പുതിയ ഡീൽ എന്നറിയാൻ തന്നെ രാജ്യം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. കാരണം ട്രംപിൽ നിന്നും എന്തൊക്കെ തരത്തിലുള്ള ഭീഷണികളും, അതായത് ഇനി എന്തൊക്കെ രീതിയിലുള്ള ഭീഷണികൾ പോലും അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ പോലും ഉണ്ടായിരുന്നിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനു മുന്നിൽ അടിപതറാതെ തന്നെ റഷ്യയെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. ഇതിൽ ട്രംപ് ഇപ്പോഴും അസ്വസ്ഥനാണ്. UN പൊതുസഭയ്ക്കിടെ ഇന്ത്യൻ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദേശകാര്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. പുടിൻ്റെ ഇന്ത്യ സന്ദർശനത്തിൽ വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ, സഹകരണം ഉൾപ്പെടെയുള്ള അജണ്ടകൾ ഉൾപ്പെടുമെന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നതും. ഇതോടുകൂടി തന്നെ റഷ്യ ഇന്ത്യ ബന്ധം പുതിയ അന്തരങ്ങൾ ഭേദിച്ചുകൊണ്ട് തന്നെ മറ്റൊരു രീതിയിലേക്ക് മാറുമെന്നും വ്യക്തമാക്കുന്നു. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാനുള്ള ഏതൊരു ശ്രമവും അത് നടപ്പാകില്ല എന്ന് വ്യക്തമായ മുന്നറിയിപ്പ് തന്നെയായിരുന്നു റഷ്യ നൽകിയത്. ഇതിനു മുൻപാണ് റഷ്യ ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നതും. അതുപോലെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തലാക്കാൻ US-ൽ നിന്നും മറ്റു നാറ്റോ രാജ്യങ്ങളിൽ നിന്നും സമ്മർദ്ദമേറിയിട്ടും അതിനെതിരെ ഉറപ്പോടുകൂടി തന്നെ നിലകൊള്ളുന്നതിൽ പോലും, അല്ലെങ്കിൽ ഭീഷണികൾക്ക് വഴങ്ങാതെ തന്നെ പ്രതിജ്ഞാബദ്ധമായി തുടരുന്നതിലും ഇന്ത്യയെ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രശംസിക്കുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം ഇടയിലാണിപ്പോൾ റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന വളരെയധികം ശ്രദ്ധ നേടുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് ഇന്ത്യക്ക് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. അതുപോലെ പുടിൻ്റെ സന്ദർശനത്തിൽ ഇന്ത്യക്കകത്ത് ഒരുപാട് സർപ്രൈസുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ട്രംപ് ആകട്ടെ പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യക്കിട്ട് പണി കൊടുക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ് എന്നതും മറ്റൊരു ചോദ്യചിഹ്നമായി തന്നെ നിഴലിക്കുന്നു. അതേസമയം ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ ട്രംപ് കൈക്കൊണ്ട തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്നാൽ ട്രംപുമായി പഴയതുപോലെ ഇനിയൊരു ചങ്ങാത്തവും ഉണ്ടാകില്ല എന്ന വ്യക്തമായ സൂചന അദ്ദേഹം നൽകുകയും ചെയ്തിരുന്നു. അതേപോലെ തന്നെ വരുന്ന ഡിസംബറിൽ പുടിൻ്റെ ഇന്ത്യ സന്ദർശനം ഉണ്ടാകുമെന്നും വ്യക്തമായ സൂചന നൽകുകയും ചെയ്തു. ഞങ്ങൾക്ക് വളരെ വിപുലമായ ഒരു ഉഭയകക്ഷി അജണ്ടയുണ്ട്. വ്യാപാരം, സൈനിക സാങ്കേതിക സഹകരണം, ധനകാര്യം, മാനുഷിക കാര്യങ്ങൾ, ആരോഗ്യ സംരക്ഷണം, ഹൈടെക്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ ഉഭയകക്ഷി തലങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ അടുത്ത ഏകോപനം എന്നിങ്ങനെ തന്നെ നീളുന്നതാണ് ഈ ബന്ധമെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പതിവ് നയതന്ത്ര കൈമാറ്റങ്ങളുടെ ഭാഗമായി തന്നെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഈ വർഷം റഷ്യ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം ഒരു പ്രതീക്ഷ അവിടെ പങ്കുവയ്ക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വ്യാപാരത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഊർജ്ജ ഇടപാടുകളിൽ റഷ്യ ഇടപെടുന്നില്ല. നമ്മളുടെ വ്യാപാര ബന്ധത്തിൽ റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ ഒന്നും തന്നെ പ്രതികരിക്കാനില്ല എന്നും, അതായത് ഇന്ത്യൻ സഹപ്രവർത്തകരോട് ഈ വിഷയത്തിൽ ഒന്നും തന്നെ ചോദിക്കാനില്ലെന്നും, ഇക്കാര്യത്തിൽ അവർ സ്വയം തീരുമാനമെടുക്കാൻ തികച്ചും പ്രാപ്തരാണ് എന്നതായിരുന്നു റഷ്യൻ വിദേശകാര്യമന്ത്രി ഇതിലൂടെ വ്യക്തമാക്കിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.